ട്രേഡേഴ്സ് മാർക്കറ്റിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് 55,400ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത്. മാർക്കറ്റ് ഒരു ട്രെൻഡിന് എഗനിസ്റ്റാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് അതുകൊണ്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഈ ഒരു ട്രേഡിൽ കൊടുക്കുന്നുള്ളൂ. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് രാവിലെ തൊട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരു റിട്രേസ്മെൻറ്റ് ഇല്ലാതെയാണ് മേളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. സോ ജസ്റ്റ് അവിടെ നിന്നൊരു റിട്രേസ്മെൻറ്റ് ക്യാച്ച് ഔട്ട് ചെയ്യാം, അവിടെ ഒരു സെറ്റപ്പും ഫോമായി അങ്ങനെ ഒരു റിട്രേസ്മെൻറ്റ് ക്യാച്ച് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇവിടുന്ന് ട്രേഡിൽ എൻട്രി എടുത്തത്. അപ്പോൾ ചിലവർ പറഞ്ഞു നമ്മളുടെ നമ്മളുടെ ടാർഗറ്റിനെ കുറച്ച് ചെറുതാക്കി 50 പോയിൻറ്റ്സ് വേണ്ടാന്ന്. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ഇതാണ്. നമുക്ക് നോക്കാം, കുറച്ചും കൂടെയൊക്കെ നോക്കാം. ഇനിയിപ്പോൾ വരും, മൊമെൻറ്റം വരും. അതിപ്പം ഫോർ എ ടൈം ബീയിങ് ആണ് ഇപ്പം മാർക്കറ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് ഫേവറായിട്ട് തന്നെ മാർക്കറ്റ് വരും. ഇനിയിപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ചെറുതാണ്. ഇവിടെ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഇതാണ്. ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോമായി. ആ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് ട്രേഡിൽ എൻട്രി എടുത്തത്. ആ ക്യാൻഡിലിൻ്റെ ക്ലോസിൽ മാത്രമേ നമ്മൾ ട്രേഡിൽ എൻട്രി എടുക്കാവുള്ളൂ. ഇവിടെ ഈ ഒരു ചെറിയൊരു പോർഷനിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൊടുത്തത്. ക്യാൻഡിലിൻ്റെ ക്ലോസ് ഇനിയും ഒരു 2 മിനിറ്റ്സോളം ഇനിയും ബാക്കിയുണ്ട്. സോ അത് മാത്രമേ ഈ ഒരു ട്രേഡിലൊരു പ്രശ്നം കാണുന്നുള്ളൂ. ഇനി അപ്പോൾ അല്ല, നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് വരുന്നത്, മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൊടുത്ത് പോവാം. നമുക്ക് ഒന്ന് പ്രീമിയത്തിൻ്റെ ചാർട്ടിലും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മളുടെ എൻട്രിയും എക്സിറ്റും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 359.80 ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 450യുടെ പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റിലെന്ന് തന്നെ പറയാം. ജസ്റ്റ് ഒരു ഒരു 50 പോയിൻറ്റ്സിൻ്റെ ആണ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. 50 യെസ് റൈറ്റ് 50 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ വരുന്നത്. ജസ്റ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയുടെ ആ ഒരു ഏകദേശം ഈ ഒരു റീജിയനിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റിലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഇപ്പോൾ 55,400ൻ്റെ പുട്ട് ഓപ്ഷൻ 105 ക്വാണ്ടിറ്റി ആണ് ട്രേഡിൽ എൻട്രി എടുത്ത്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്നും മാർക്കറ്റിൽ കൊടുത്തിട്ടേക്കാം. നമ്മളുടെ എൻട്രി 359.80 അപ്പോൾ 340 പ്രൈസും 341 ട്രിഗറും കൊടുക്കാം. ജസ്റ്റ് ഇപ്പോൾ ഒരു 365 റേഞ്ചിൽ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ക്യാൻഡിലിൻ്റെ ക്ലോസും കൂടെ കിട്ടിയിട്ടുണ്ട്, അതാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങേണ്ടി വരും. നമുക്ക് എഗനിസ്റ്റ് ആണെങ്കിൽ, നമ്മൾ ഡൗൺ സൈഡാണ് നമ്മളുടെ ഒരു വ്യൂ നമ്മൾ എടുത്തത്. വലിയൊരു മൊമെൻറ്റം അല്ല, ഇവിടുത്തെ ചെറിയൊരു റിട്രേസ്മെൻറ്റിനെ ക്യാപ്ചർ ചെയ്യാം. ഒരു 100 പോയിൻറ്റ്സിൻ്റെ റിട്രേസ്മെൻറ്റ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്ല, നമ്മൾ ട്രാപ്പായി അല്ലെങ്കിൽ നമ്മളും എക്സിറ്റ് ചെയ്യാറായെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഒരു 1,500, 1,800, 2,000 താഴത്തുള്ളൊരു ലോസ് മാത്രമേ നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെ എന്ന് പറയാം ജസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ അനുസരിച്ച്. അപ്പം ഞാൻ ഈ ലോസ് മേക്കിംഗ് വീഡിയോസ് എന്താ ഇടാത്ത, അതിപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ. ലോസ് എടുക്കുന്ന വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ പരിഹാസവും ചിരിക്കുന്ന സംഭവമൊക്കെയാണ് ഇടുന്ന ആൾക്കാർ. അപ്പോൾ എന്തിനാണ് അത് കാണുന്നതെന്ന് ഓർത്താണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കമൻറ്റ് റീഡ് ചെയ്യാതിരിക്കുക, കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പക്ഷേ ഈ കളിയാക്കാൻ വരുന്ന ആൾക്കാരും പുച്ഛിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടല്ലാതെ കുറേ അറിയാൻ വരുന്ന ആൾക്കാരും കുറേ താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ അകത്തേ. നമ്മൾ എന്തെങ്കിലും അവർക്കും യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യമുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളെപ്പോഴും കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യുന്നതും കമൻറ്റൊക്കെ നോക്കുന്നത്. ഓക്കെ, നെഗറ്റീവ്സിനോട് എന്ത് പറയാനാണ്, നോ കമൻറ്റ്സ്. അപ്പോൾ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രേഡേഴ്സ്, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് കൊടുക്കേണ്ട ഒരു പ്ലേസ് ആവുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ലെങ്തി വീഡിയോ ആയി പോകും. നോക്കാം. ട്രേഡേഴ്സ്, മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. 3,500ൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചേക്കാം. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 409 റൈറ്റ്, ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റ്, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റിനെ ഇനിയിപ്പം റിജക്ഷനാണ്. ആ ക്യാൻഡിൽ തന്നെ എത്ര വലിയ റിജക്ഷനാണ്.
ഒരു സിംഗിൾ ക്യാൻഡിൽ അത്രയും നല്ലൊരു ക്യാൻഡിൽ ഫോമായിട്ട് അത് അവിടുന്ന് റിജക്ഷൻ ആണോ നോക്കിയിട്ട്. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ പ്രോപ്പർ ടാർഗറ്റിൽ ഇറങ്ങാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പെട്ടെന്ന് പ്ലേസ് ചെയ്തേക്കാം. കാരണം നമ്മൾ ഓൾറെഡി ട്രെൻഡിന് അഗൻസ്റ്റാണ്. ഇപ്പോൾ വലിയൊരു മൊമെൻറ്റം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ലോസ് അല്ലെങ്കിൽ ബെയർ ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസിലേക്ക് ഒന്ന് വെച്ചേക്കാം. 340യും 341 റൈറ്റ്. ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. നോക്കാം, ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡും കൂടെ കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ ഞാനിത് അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, ഈ ഒരു ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുണ്ട് മാർക്കറ്റ്. ഇപ്പോൾ ഇവിടുന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു തിരിച്ചു പോക്കൊന്നുമില്ല ഉണ്ണി എന്നുള്ള ലൈനാണ് മാർക്കറ്റ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് ട്രേഡേഴ്സ് ഏകദേശം ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമാണ്. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഒരു 2000 അടുപ്പിച്ച് ഒരു 1900 2000 ഒരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ വെച്ചിരുന്നത്. സ്പോട്ടിൻ്റെ ഇതിലായിരുന്നെങ്കിൽ കൂടി മാർക്കറ്റ് കണ്ട എക്സാക്ട്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് സ്പോട്ടിൽ കണ്ടിന്യൂസ്ലി മേളിലേക്ക് പോകുമായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. മാർക്കറ്റിൽ ഞാനൊരു അടുത്തൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇതൊരു അപ്സൈഡ് ഒരു കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ ട്രെൻഡിനൊപ്പം തന്നെയാണ് ഈ ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് അത്യാവശ്യം ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നമ്മളുടെ മാർക്കറ്റ് അപ്സൈഡ് പോയി വീണ്ടും തിരിച്ച് ഡൗൺ സൈഡ് വന്നപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. ജസ്റ്റ് ഒരു 70 ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇനിയിപ്പം നമുക്ക് എഗനിസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ വലിയൊരു ലോസ് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ട്രേഡ് കൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇന്നത്തെ ഈ ഒരു ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്യും. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം കുറച്ചൊരു വലിയൊരു ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് എയിം ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, ഒരു R2ൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഏരിയ വരെ മാർക്കറ്റിന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇനീഷ്യലി നമുക്കൊരു CPRനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഈ ഒരു 443 വരെ മാർക്കറ്റ് റൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 130 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. 130 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഒരു 64-65 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. 100 പോയിൻറ്റ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 50 പോയിൻറ്റ്സിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്യാം. സോ ഇതിലത്യാവശ്യം നല്ല ഒരു ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ എയിം ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ട്രേഡ് എടുത്ത ഉടനെ മാർക്കറ്റ് ഗ്രീനിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാ വയ്ക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 50 പോയിൻറ്റ്സ് ആണ്. അവിടെ നിന്നും പോയിട്ട് നമുക്കൊരു 64-60 50 എന്ന് പറയുമ്പോൾ ഇത്രയും അതിനെക്കാട്ടിലും ഒരു 10 പോയിൻറ്റ്സ് 12 പോയിൻറ്റ്സിൻ്റെ മേളിലേക്ക് വയ്ക്കാവുന്നതാണ്. 64 ഏകദേശം ഈ ഒരു റേഞ്ച് വരെ 590 ഏകദേശം ഈ ഒരു റേഞ്ച് വരെ വയ്ക്കാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ചെറുതായിട്ട് വലുതെന്ന് പറയാൻ പറ്റില്ല. ഒരു 40 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് 46 അത് പോരാ, അതിൻ്റെ താഴത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഒരു 42 പോയിൻറ്റ്സിൻ്റെ കറക്റ്റ് സ്പോട്ട് വൈസ് ആകുമ്പോഴത്തേക്കും അത് മതി. പ്രീമിയം വൈസ് ആകുമ്പോഴത്തേക്കും ഇതാണ് സ്പോട്ട് വൈസ് അതായിരുന്നു. ഇത് പ്രീമിയം വൈസ് നമുക്ക് ഏകദേശം ഒരു 40 എക്സാക്ട്ലി വച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷമായിരിക്കും പിന്നെ വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് കയറി പോകുന്നത്. വൺസ് അഗൈൻ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിയാണ്. ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. ഞാൻ പ്രീമിയത്തിൻ്റെ ചാർട്ടിലാകുമ്പോഴത്തേക്കും പ്രോഫിറ്റും ലോസും കാണുകയും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം മാർക്കറ്റ് ഇപ്പോൾ ഒരു പോസിറ്റീവിൽ റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ജസ്റ്റ് നമുക്ക് എൻട്രി കിട്ടിയത് 529 അപ്പോൾ 488 ചെറിയ ഒരു ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. 488 489 നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു ടാർഗറ്റ് അടിക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണിത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണതെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു 64 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് നമ്മളുടെ ടാർഗറ്റ് നമ്മൾ ഏകദേശം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ടാർഗറ്റ് അല്ല, ടാർഗറ്റിൻ്റെ മേളിൽ നല്ലൊരു പൊസിഷൻ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4500 പ്ലസ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ആദ്യം തന്നെ ഒന്ന് ട്രെയിൽ ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് എന്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാത്തെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാം. ഇതാണ് സ്പോട്ടിൻ്റെ ചാർട്ട്. സ്പോട്ടിൻ്റെ ചാർട്ടിൽ 443 വരെ മാർക്കറ്റ് പോകുമെന്നാണ്. പക്ഷേ അതിന് മുന്നേ ഇവിടുന്ന് മാർക്കറ്റ് ഒരു അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഒരു ഗ്രീഡിനെസ് കാണിക്കണോ, നമ്മൾ വച്ച ഒരു 64-65 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് നമ്മളുടെ ടാർഗറ്റ് ഏരിയ ഏതായാലും കവറപ്പായി. ഇനിയിപ്പം ഒരു ഗ്രീഡ്നെസ് കാണിക്കണോ അതോ എക്സിറ്റ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഏതായാലും ഞാൻ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഇല്ല, സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വച്ചിട്ടുണ്ട്. ചിലപ്പം മാർക്കറ്റ് ഇവിടുന്ന് തിരിയാനുമുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു വ്യൂ വച്ചിട്ട് നമ്മളുടെ ഒരു R2 റെസിസ്റ്റൻസ് ഏരിയ പോയി ടച്ച് ചെയ്യാതെ മാർക്കറ്റ് അവിടെ നിന്ന് വരാനുള്ള ചാൻസും ഇല്ല. ചിലപ്പം വേണമെങ്കിൽ ചിലപ്പോൾ ഇപ്പം ചെന്ന് ടച്ച് ചെയ്തെന്ന് വരാം, ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, അപ്പോഴത്തേക്കും നമ്മളുടെ പ്രീമിയം അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ആസ് എൻ ഓപ്ഷൻ ബയ്യർ നമ്മൾ മൊമെൻറ്റത്തെ ക്യാച്ചറി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നല്ലൊരു മൊമെൻറ്റം ആയിരുന്നു. ഇപ്പോൾ അഗെയിൻ 3500 അടുപ്പിച്ച് ലോസ് ആയിട്ടുണ്ട്, പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 4500 പ്ലസ് പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതാണ്. ജസ്റ്റ് ഞാൻ എക്സിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടം വരെ സ്പോട്ടിൻ്റെ ചാർട്ടിൽ എത്തിയിട്ടില്ല. എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു 1500 ഓവറോൾ ലോസിനെ റിക്കവർ ചെയ്തിട്ട് 1500 അതായിരുന്നു എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തിട്ട് അവിടുന്ന് തന്നെ റിജക്ഷൻ വന്ന് നോക്കി മാർക്കറ്റിൽ. ഇതൊരു റെഡ് ക്യാൻഡിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചെങ്കിൽ പ്ലാൻ ചെയ്യാം അല്ലേ. അങ്ങനെ ആക്കാം പ്ലാൻ. 1700 1500 3500 നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മാർക്കറ്റ് 443 വരെ പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. കാരണം R1 എപ്പോഴും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ R2 ചെന്ന് ടച്ച് ചെയ്തിരിക്കും മാർക്കറ്റ്. പക്ഷേ 90% ഓഫ് ദ ടൈംസ്. പക്ഷേ അത് എപ്പോൾ ടച്ച് ചെയ്യും, എങ്ങനെ ടച്ച് ചെയ്യും, എത്ര സമയം എടുത്ത് ടച്ച് ചെയ്യുന്നത് മാത്രമാണ്. അത്യാവശ്യം പ്രോഫിറ്റ് കുറയുന്നുണ്ട് ലോ ട്രേഡേഴ്സ്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം ഗ്രീൻ ആയതായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, റെഡ് ക്യാൻഡിലായി. അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഇവിടുന്ന് റെഡ് ക്യാൻഡിലാണ് ഇനി ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. വെറുതെ ഒരു ഗ്രീഡ്നെസ് കാണിച്ചുകൊണ്ടിരിക്കേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ ആവുന്നുണ്ടല്ലോ ട്രേഡേഴ്സ്, കണ്ട 440 ജസ്റ്റ് 3-4 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിഞ്ഞത്. ഏതായാലും സ്റ്റോപ്പ് ലോസ് നമുക്കിനിപ്പോൾ ഈ ഒരു ട്രേഡിലില്ല. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയാലും നമുക്ക് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. 443 ഇതാണ് മാർക്കറ്റ്.
മേളിലേക്ക് പോകുന്ന ചാൻസ് കാണുന്നില്ല. എങ്കിൽ പയ്യനാങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നല്ലേ. 3400, 3300 ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടിരുന്ന അതിപ്പോൾ ഒരു റെഡ് ക്യാൻഡിലായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റവും നല്ലൊരു സ്പൈക്കും കിട്ടിയൊരു ട്രേഡായിരുന്നു. മേളിൽ ചെന്ന് നമ്മളുടെ തൊട്ട് നമ്മളുടെ ടാർഗറ്റിൻ്റെ ടാർഗറ്റ് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാൻ ട്രേഡേഴ്സ്, നമുക്ക് വളരെ ഗ്രീഡ്നെസ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ആവുകയോ ചിലപ്പോൾ ഇവിടെ സൈഡ് വൈസ് ആയിട്ട് പിന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റിൽ ചെന്ന് ടച്ച് ചെയ്യുന്നത്. പക്ഷേ അത്രയും നേരം ഇരിക്കുമ്പോൾ തന്നെ പ്രീമിയത്തിൽ നമ്മളുടെ ഒരു വ്യത്യാസം വരും. അത്രയും നമ്മൾ ഇത് കൊടുക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഈ റെഡ് ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിൻ്റെ താഴത്ത് കൊണ്ട് അതിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയേക്കാം. ഞാൻ അതിൻ്റെ താഴത്ത് കൊണ്ട് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അഗ്രി ഓക്കെ വയ്ക്കേണ്ട താമസം അടിച്ചു കഴിഞ്ഞ് ഈ ഗ്രീൻ റെഡിൻ്റെ താഴത്ത് തന്നെ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ റെഡ് ക്യാൻഡിലിൻ്റെ താഴത്താണ് ഞാൻ കൊണ്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ വച്ചത്. ഈ ഒരു പോർഷനിൽ അത് അപ്പോൾ തന്നെ ഹിറ്റായിട്ടുണ്ട്. കുഴപ്പമില്ല. ഓവറോൾ നമ്മളൊരു 3000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ. ജസ്റ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുത്തൊരു ട്രേഡായിരുന്നു. നല്ലൊരു ട്രേഡായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇന്ന് അത്യാവശ്യം നല്ലൊരു പോയിൻറ്റും ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. നമുക്കിവിടെ ബുക്ക് ചെയ്യാഞ്ഞതിൻ്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഈ റെഡ് ക്യാൻഡിൽ ഫോം ആയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങിയത്. ഓവറോൾ ഓവറോൾ ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്ന അവിടം വരെ മാർക്കറ്റ് എത്തും. അതിനുള്ള റീസണും കൂടെ ഞാൻ പറഞ്ഞു. എത്തും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ അവിടം വരെ എത്തിയില്ല. അതിന് മുന്നേ മാർക്കറ്റ് അവിടം വരെ എത്തിയിട്ട് അവിടുന്ന് റിജക്ഷൻ കാണിച്ച് മാർക്കറ്റ് തിരിയാൻ തുടങ്ങി. അങ്ങനെ തിരിഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തത്. ജസ്റ്റ് ഏകദേശം ഈ ഒരു പോർഷനിൽ എവിടെ വന്നപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓവറോൾ ഒരു 3000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്.